everyone. BCSCT 131 പേപ്പറിന്റെ ബ്ലോക്ക് 1-ലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള ബോസ് തിയറിയുടെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് കണ്ടന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ആൻഡ് ബോസ് തിയറി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോ ബോസ് തിയറി, പലതരം തിയറികളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരികയാണ് അല്ലേ. അപ്പൊ എന്താണ് ബോസ് തിയറി പ്രകാരം നമ്മൾ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് അതെങ്ങനെയാണ് ബോർ തിയറി പ്രകാരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായി എന്താണ് സ്പെക്ട്രം എന്നറിയണം, അതുവഴി എന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്നറിയണം. അങ്ങനെ നമുക്ക് ബോസ് തിയറി എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രത്തിലേക്ക് അപ്ലിക്കബിൾ ആവണം എന്നുള്ളത് കൂടിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അവർ ചാപ്റ്റർ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ആൻഡ് ബോസ് തിയറി. വാട്ട് ഈസ് സ്പെക്ട്രം? എന്താണ് സ്പെക്ട്രം? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ് സ്പെക്ട്രം എന്താ എന്നുള്ളത്. എന്താണ് സ്പെക്ട്രം? When gases or vapors of a chemical substances are heated in an electric arc or Bunsen flame, light is emitted. അല്ലെ, അതായത് നിങ്ങൾ എന്തൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ആ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഗ്യാസിനെയോ അല്ലെങ്കിൽ വേപ്പറിനെയോ നമ്മൾ ഒരു ഇലക്ട്രിക് ആർക്കിൽ അല്ലെങ്കിൽ ഒരു ബൺസൺ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അതിന് പുറത്തേക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇഫ് a ray of this light is passed through a prism. prism എന്താന്ന് കണ്ടിട്ടില്ലേ? 3 സൈഡ് കംപ്ലീറ്റ് സൈഡില് ട്രയാങ്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള പ്രിസത്തിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ +1 +2 ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. ആ പ്രിസത്തിലേക്ക് ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ പാസ് ചെയ്യിക്കുകയാണ്. സോ ലൈൻ സ്പെക്ട്രം ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു പ്രിസം ഉണ്ട്, ഇവിടെ നമ്മൾ എന്തായിരിക്കുകയാണ്, നമ്മളൊരു ബൺസൺ ഫ്ലെയിം അല്ല ഒരു ഇലക്ട്രിക് ആർക്ക് അല്ലെ, ഒരു ഇത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു പെർട്ടിക്കുലർ കെമിക്കലിന്റെ ഗ്യാസിനെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പുറത്തേക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഈ നമ്മുടെ ഈ കാണിക്കുന്ന പോലെ ഒരു പ്രിസത്തിനകത്തിലൂടെ നമ്മൾ പാസ് ചെയ്യിക്കുമ്പോൾ ഇവിടെ പലതരത്തിൽ നോക്കി അതിന്റെ പുറത്തേക്ക് ലൈറ്റ് പല ഡിഫറെന്റ് കളേഴ്സിലുള്ള ഓരോ ലൈൻസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ദിസ് സ്പെക്ട്രം കൺസിസ്റ്റിംഗ് ഓഫ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് കളേർഡ് ലൈൻസ്. കണ്ടോ, ഇവിടെ ഒരുപാടില്ല, ഒരു ലിമിറ്റഡ് നമ്പറിലുള്ള പെർട്ടിക്കുലർ കളേർഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെയുള്ള സ്പെക്ട്രത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ വിബ്ജിയോർ പറയുകയാണെങ്കിൽ വിബ്ജിയോറിൽ ഒരുപാട് കളർ ഉണ്ട് എന്ന് പറയുമോ? ഇല്ല, 7 പെർട്ടിക്കുലർ കളേഴ്സ് ആണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ഗ്യാസ്, ഏതൊരു കെമിക്കലിന്റെ ഗ്യാസ് എടുത്ത് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ആ ലൈറ്റിനെ, അതിലൂടെ പുറത്ത് വരുന്ന ലൈറ്റിനെ ഒരു പ്രിസത്തിനകത്തേക്ക് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് കളേർഡ് ലൈൻസ് ആയിരിക്കും. ഈച്ച് ഓഫ് വിച്ച് കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇത് ഓരോന്നും എന്തായിരിക്കും? ലൈറ്റിന്റെ ഡിഫറെന്റ് വേവ് ലെങ്തിലായിരിക്കും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സ്പെക്ട്രം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള സ്പെക്ട്രം ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആ സ്പെക്ട്രം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ പിക്ചോറിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഒരു എമിഷൻ സ്പെക്ട്രം ആണെങ്കിൽ കണ്ടോ, ലൈൻ വിട്ടിട്ടുള്ള ലൈൻ ആയിരിക്കും. ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെങ്കിൽ ഈ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിന്റെയും എമിഷൻ സ്പെക്ട്രത്തിന്റെയും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. The line spectrum of each element is unique. ഓരോ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ എല്ലാം തന്നെ ലൈൻ സ്പെക്ട്രം യൂണീക്ക് ആയിരിക്കും. ഒന്നൊന്നിനോട് സാമ്യത കാണിക്കുകയില്ല. ഓരോ എലമെന്റിന്റെയും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. In atomic spectra of element, spectral line occurs discretely at lower frequencies followed by a continuous spectrum at a very high frequency. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മളൊരു ആറ്റോമിക് സ്പെക്ട്ര എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ ആ സ്പെക്ട്ര ഉണ്ടാവുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ലോവർ ഫ്രീക്വൻസി ആയിരിക്കും. എന്നാൽ തുടരെ ആ സ്പെക്ട്രം എന്തായിരിക്കും? ഹയർ ഫ്രീക്വൻസിയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫ്രം ലോവർ ഫ്രീക്വൻസി ടു ഹയർ ഫ്രീക്വൻസിയിലേക്കായിരിക്കും സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവുന്നത് ഒരു ആറ്റോമിക് സ്പെക്ട്ര ഓഫ് എലമെന്റ്സിൽ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് ആറ്റംസ് ഓൺലി ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആർ പോസിബിൾ. അല്ലെ, ആറ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഏത് ആറ്റം നിങ്ങൾ എടുത്തോ ആ ആറ്റത്തിൽ ഒരു സ്പെക്ട്രം ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുക. അതായത് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ കേസിൽ അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. Therefore the spectrum is very simple. അല്ലെ, കൺസിസ്റ്റിംഗ് ഓഫ്
ഇലക്ട്രോണിക് സ്പെക്ട്രൽ ലൈൻ. ഈ ഇലക്ട്രോണിന്റെ ട്രാൻസിഷന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഇലക്ട്രോണിക് സ്പെക്ട്രൽ ലൈൻ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ആറ്റത്തിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഹൗവർ ഇൻ മോളിക്യൂൾ, നിങ്ങൾക്കറിയാം ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. സോ മോളിക്യൂളിനും സ്പെക്ട്രം വേണ്ടേ? വേണം. എന്താണ് മോളിക്യൂളിന്റെ കേസ്? ഇൻ മോളിക്യൂൾസ് ഓൺ ദി അതർ ഹാൻഡ് ബിസൈഡ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ, അവിടെ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ മാത്രമല്ല, കാരണം മോളിക്യൂൾ ആണ്, അതിന്റെ സ്ട്രക്ചർ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ വന്നു. അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്? റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ എനർജി ലെവൽ ട്രാൻസിഷൻ ആർ ഓൾസോ പോസിബിൾ ആൻഡ് ദെർഫോർ മോളിക്യുലർ സ്പെക്ട്രം ഈസ് റിലേറ്റീവ്ലി കോംപ്ലക്സ്. അവിടെ വെറും ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോണിക് ലെവലിന്റെ ട്രാൻസിഷൻ മാത്രമല്ല, ഒരു മോളിക്യൂൾ ആവുമ്പോൾ അവിടെ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട്, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ട്, ഇവരുടെ എല്ലാം ട്രാൻസിഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ഒരു മോളിക്യുലർ സ്പെക്ട്രം റിലേറ്റീവ്ലി എന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. അവിടെ ലാർജ് നമ്പർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ്, ഒരുപാട് അടുത്തടുത്തുള്ള ലൈൻ ഉണ്ടായിരിക്കും. സോ ഫൈനലി ഒരു മോളിക്യൂളിന്റെ സ്പെക്ട്രം ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഒരുപാട് അടുത്തടുത്തുള്ള ലൈനുകൾ കൂടി ചേർന്ന് ഒരു ബാൻഡ് പോലെ തന്നെ നമുക്ക് ഫൈനലി കിട്ടും. അതായത് ഒരു ബാൻഡ് സ്പെക്ട്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഒരു അറ്റോമിക് സ്പെക്ട്ര, എന്താണ് ഒരു മൊളിക്കുലർ സ്പെക്ട്ര, അതിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഹിയർ one of the spectrum of hydrogen atom is in the visible region and it was discovered by Balmer, and this is in the Balmer series having a mathematical relationship as, അതായത് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കിയേ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണത്? ഫിഗർ 1.10 എന്താ പറയുന്നത്? ഡിസ്ക്രീറ്റ് ലൈൻസ് ഫോളോഡ് ബൈ എ കണ്ടിന്യൂം ഇൻ ദി അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഇത് നമ്മുടെ ഹൈഡ്രജന്റെ ആറ്റോമിക് സ്പെക്ട്രം ആണ്. ഇവിടെ ഈ സ്പെക്ട്രം കണ്ടോ, ഒരുപാട് ലൈൻ ആയിട്ടാണ്, ഇതാണ് നമ്മുടെ സ്പെക്ട്രം. ഇനി ഈ സ്പെക്ട്രത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. നമുക്കതിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി, പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി അതിനെ നമ്മൾ ഓരോ റേഞ്ച് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. സോ ആദ്യത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലുള്ള റേഞ്ച് ആണ്. ആ റേഞ്ചിന് നമ്മൾ പാഷൻ സീരീസ്, അതായത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഈ സീരീസിനെ നമ്മൾ പാഷൻ സീരീസ് എന്നാണ് പറയുന്നത്. അടുത്തത് ബാൾമർ സീരീസ്, അത് പാർഷ്യലി നമ്മുടെ വിസിബിൾ ലൈറ്റ് ഉണ്ടല്ലോ, ആ വിസിബിൾ ലൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സീരീസ് ആണ് ബാൾമർ സീരീസ്. ആ ബാൾമർ സീരീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒന്നും ഇല്ല. നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലൈമാൻ സീരീസ് ആണ്. അത് അൾട്രാ വയലറ്റ് റീജിയനിലാണ് ഉൾക്കൊള്ളുന്നത്. ഇതാണ് നമ്മളുടെ അറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഈ ബാൾമർ സീരീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ബാൾമർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇവിടെ ഈ പാർഷ്യലി വിസിബിൾ ആയിട്ടുള്ള ലൈറ്റിന്റെ, വിസിബിൾ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ റീജിയനിൽ കാണപ്പെടുന്ന ഈ ഒരു സീരീസ് കണ്ടെത്തിയത്. സോ ബാൾമർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡിസ്കവർ ചെയ്തുകൊണ്ട് നമ്മൾ ആ സീരീസിനെ ബാൾമർ സീരീസ് എന്നാണ് പറയുന്നത്. അവിടെ കൂടുതലൊന്നുമില്ല. ആ സീരീസിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അത് ജസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ അതിന്റെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ന്യൂ ഡാഷ് ഈസ് ഇക്വൽ ടു 1/λ ഈസ് ഇക്വൽ ടു r ഇൻറ്റു 1/2 സ്ക്വയർ മൈനസ് 1/n². ഇതാണ് ഇക്വേഷൻ. അതിന്റെ ന്യൂ ഡാഷ് വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലോ. ആ ആറിന് പറയുന്ന പേര് എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ട്, 1.097 ഇൻറ്റു 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് ആണ്. ആൻഡ് എൻ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്. അതായത് ഈ നമ്മുടെ ബാൾമർ സീരീസ് രണ്ടാമത്തെ സീരീസ് ആയതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ രണ്ടാമത്തെ സീരീസ് എന്നാണ് പോസിബിൾ. എങ്ങോട്ടൊക്കെ നടക്കാം? രണ്ടിൽ നിന്ന് കൂടുതൽ എങ്ങോട്ടും നടക്കാം. 3, 4, 5, 6. അതുകൊണ്ട് നമുക്ക് ഈ എൻ എന്താവാം? അപ് ടു 2. 2ൽ അങ്ങോട്ട് 3, 4, 5, 6 അതെന്ത് വേണമെങ്കിലും ആകാം. സോ അതിന്റെ ഒരു ഇക്വേഷൻ, വേവ് നമ്പർ കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ്. 3 റീജിയനിലായിട്ട്, ഇൻഫ്രാറെഡ് റീജിയനിൽ പാഷൻ സീരീസും, പാർഷ്യലി നമ്മുടെ വിസിബിൾ റീജിയനിൽ ബാൾമർ സീരീസും, അൾട്രാ വയലറ്റ് റീജിയനിൽ ലൈമാൻ സീരീസും ഉൾക്കൊള്ളുന്ന ഒരു സ്പെക്ട്രമാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഫിഗർ 1.110 മനസ്സിൽ കരുതണേ. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. In figure 1.110, the Balmer series consisting of series of spectral line in which the distance of separation between the line decreases as the frequency increases.
At very high frequency, the spectral line converges to give a continuous spectrum. അതിന് നമുക്ക് സ്പെക്ട്രത്തിലേക്ക് തന്നെ പോവാം. ഇൻ ഫിഗർ 1.10 ഇതിന്റെ തുടക്കത്തില് വെരി ലോവർ ഫ്രീക്വൻസി ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഫ്രീക്വൻസി കൂടി 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 ഹയർ ഫ്രീക്വൻസിയിലേക്കാണ് വരുന്നത്. സോ ഈ ലോവർ ഫ്രീക്വൻസിയിൽ ഈ ലൈൻസ് തമ്മിലുള്ള ഇതെന്താ നോക്കിയേ, കുറച്ച് വിട്ട് അകന്നകന്നിട്ടാണ് അല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വാക്വമാണ്, അവിടെ ഒന്നും സീരീസ് ഇല്ല, പിന്നെയും അകൽച്ചയുണ്ട്. ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ലൈൻസ് അടുത്തടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോഴേക്കും ദ സ്പെക്ട്രൽ ലൈൻ ഗീവ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വിടവുകളൊന്നും ഇല്ലാണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്തോറും ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുന്നത്. ദ അതർ ടു സീരീസ്, അതായത് ഏതാണ് നമ്മളുടെ ബാൾമർ അല്ലെങ്കിൽ അടുത്തുള്ളത് ലൈമാൻ ആൻഡ് പാഷൻ ആണ്, ഒക്വയർ ഇൻ ദി അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റീജിയൻ റെസ്പെക്റ്റീവ്ലി. നമ്മൾ പഠിച്ചു അത്. ലൈമാൻ സീരീസ് അതായത് ബാൾമർ സീരീസ് വിസിബിൾ റേഞ്ചിലാണ്, പാഷൻ സീരീസ് ഇൻഫ്രാറെഡ് റീജിയനിലാണ്, ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചെറിയൊരു കൺസെപ്റ്റ് ആണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈ ചാൻസ് 1 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി മാത്രം. വാട്ട് ഈസ് റിഡ്സ് കോമ്പിനേഷൻ ഓർ റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ? നമുക്ക് ഇങ്ങനെ ഒരു സ്പെക്ട്രം തരുവാണ്, അങ്ങനെയാണെങ്കിൽ അതിൽ ഒരുപാട് ലൈനുകൾ ഉണ്ടെന്ന് അറിയാലോ. ആ ലൈനുകളിലുള്ള നോക്കിക്കോളൂ, അവരുടെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ജസ്റ്റ് ഒരു ഇക്വേഷൻ, അതാണ് റിഡ്സ് കോമ്പിനേഷൻ. ദ വേവ് നമ്പർ ഓഫ് ഒബ്സർവ്ഡ് സ്പെക്ട്രൽ ലൈൻ കുഡ് ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 ടേംസ്. അതായത് നിങ്ങൾക്ക് ഒരു സ്പെക്ട്രം തന്നു, ആ സ്പെക്ട്രത്തിൽ ഒരുപാട് ലൈനുകൾ ഉണ്ട്, അതിലൊരു ലൈനിന്റെ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രൽ ലൈനിന്റെ വേവ് നമ്പർ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആ വേവ് നമ്പർ നമുക്ക് റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇങ്ങനെ എഴുതാം. വേവ് നമ്പറിന്റെ സിമ്പിൾ ആണ് ന്യൂ ഡാഷ്. സോ ന്യൂ ഡാഷ് ഇസ് ഇക്വൽ ടു ആർ ഇൻറ്റു 1/m² മൈനസ് 1/n². ഇതില് ന്യൂ ഡാഷ് എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്, നമുക്ക് അതാണ് കാണേണ്ടത്. ആർ എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് 1.097 × 10⁻⁷ ആണ്. ആൻഡ് 1/m² മൈനസ് 1/n². അത് ട്രാൻസിഷൻ പ്രകാരം ഏതിൽ നിന്ന് ഏതിലേക്ക് ട്രാൻസിഷൻ ആവുന്നു എന്നാണ്. ഈ എമ്മും എന്നും ഇൻഡിജേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് റിഡ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ റിഡ്സ് കോമ്പിനേഷനോ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലൈൻസ് എഴുതി വെച്ചാൽ മതി, ഒപ്പം ഈ ഒരു എക്സ്പ്രഷനും എഴുതണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ ഡാഷ് ഇസ് ഇക്വൽ ടു ആർ ഇൻറ്റു 1/m² മൈനസ് 1/n². ആ റിഡ്സ് കോമ്പിനേഷൻ എന്നൊരു ടേം വന്നാൽ തന്നെ ഈ ഒരു എക്സ്പ്രഷൻ അവിടെ എഴുതണം. സോ ബോസ് തിയറി. ഇനി നമുക്ക് നമ്മൾ എന്താണ് സ്പെക്ട്രം, ബേസിക് ആയിട്ടുള്ള സ്പെക്ട്രത്തിന്റെ, നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി എന്താണ് നമ്മുടെ ബോർ തിയറി ഈ സ്പെക്ട്രത്തിൽ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ? എന്താണ് ബോർ തിയറിയുടെ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. Bohr theory is useful in calculating the frequency of spectral line in the atomic spectra of hydrogen. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ സ്പെക്ട്രൽ ലൈനുകളുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ബോർ തിയറി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിനൊരു ഡെറിവേഷൻ ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ആ ഡെറിവേഷനിലേക്ക് കടക്കാം. Let us assume that E1 and E2 represent the energy of the inner and outer orbit having quantum number value N1 and N2. അതായത് നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റം നിങ്ങൾ മനസ്സിൽ കരുതുക, ആ ആറ്റത്തിന് ഒരു ഔട്ടർ ഓർബിറ്റ് ഉണ്ട്, ഒരു ഇന്നർ ഓർബിറ്റ് ഉണ്ട്. അതിലുള്ള ഇന്നർ ഓർബിറ്റ് E1 ആണ്, ഇന്നർ ഓർബിറ്റിന്റെ എനർജി E1 ആണ്, ഔട്ടർ ഓർബിറ്റിന്റെ എനർജി E2 ആണ്. ഓക്കെ, അവരുടെ ക്വാണ്ടം നമ്പേഴ്സ് ഇന്നർ ഓർബിറ്റിന്റെ N1 ഉം ഔട്ടർ ഓർബിറ്റിന്റെ N2 ആണ്. Then using equation 1.14 we can write. എന്താണ് ഇക്വേഷൻ 1.14? ഇത് എവിടുന്ന് കിട്ടിയെന്ന് വിചാരിക്കേണ്ട, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഡെറിവേഷൻസ്, ഓർബിറ്റിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. സോ 1.14 En is equal to minus z square divided by 8π∈0 into pi mz square divided by n²ε0 h². ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലെ. ഈ സ്ക്വയറും ഈ സ്ക്വയറും കൂടി e⁴ ആകും. അതുപോലെ തന്നെ 8 ഇവിടെ വരും. ε0 രണ്ട് ε0 ഉള്ളതുകൊണ്ട് ε0² ആകും. ദെൻ ഈ പൈ മുകളിലും താഴെയും വരുന്ന ഒരേ എക്സ്പ്രഷൻസിനെ വെട്ടിക്കളയാം. സോ ഈ പൈയും നമ്മൾ വെട്ടിക്കളയും, താഴെ h² n² വരും. സോ ഫൈനലി യു വിൽ ഗെറ്റ് minus z² e⁴m into divided by 8ε0² h² n². അതാണ് നമ്മുടെ ഇക്വേഷൻ 1.14. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി.
എനിക്ക് വേണ്ടത് ആ എനർജിയുടെ ഈ ഇക്വേഷൻ അല്ല, ഇതിൽ എനിക്ക് E1 കിട്ടണം E2 കിട്ടണം അല്ലെ, ഒരു ഔട്ടർ ഓർബിറ്റിന്റെ എനർജി കിട്ടണം, ഒരു ഇന്നർ ഓർബിറ്റിന്റെ എനർജി കിട്ടണം. അപ്പോൾ ആ ജമ്പിങ്ങിന്റെ ട്രാൻസിഷൻ പ്രകാരം നമുക്ക് എനർജി ഡിഫറൻസ് കാണാൻ കഴിയുകയുള്ളൂ. സോ ഈ എന്നിലേക്ക് 1 ഇട്ട് കൊടുത്താൽ 1 എന്ന് പറയുന്ന ഓർബിറ്റ് 1ന്റെയും 2 ഇട്ട് കൊടുത്താൽ ഓർബിറ്റ് 2ന്റെയും അവിടെ നിന്നുള്ള ട്രാൻസിഷൻ നമുക്ക് കണ്ടെത്താം. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു എന്നിനെ N1 എന്നും അടുത്ത എന്നിനെ N2 എന്നും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ഒരു ഇക്വേഷനിൽ N1 കൊടുക്കുക, അടുത്ത ഇക്വേഷനിൽ N2 കൊടുക്കുക. സോ E1, അതായത് E1 എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് 1ന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് Z²e⁴m ഡിവൈഡഡ് ബൈ 8ε0² ഇൻറ്റു 1 എന്താണ്, ആദ്യത്തെ ഓർബിറ്റ് ആണ് N1². അതേപോലെ തന്നെ E2ന്റെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു ചേഞ്ച് E2² എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റാണല്ലോ, അതിലെ എനർജിയുടെ ജമ്പിങ് ആണ്. എവിടുന്നാണ്, ഈ N2 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഈ N1 എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുവാണ്. ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ജമ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും, അവിടെ ഇലക്ട്രോണിക് എനർജി ഡിഫറൻസ് സംഭവിക്കും. അതായത് E2വിൽ നിന്ന് E1 മൈനസ് ചെയ്യുക, ദ എനർജി ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കാണുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടോ, അത് E1ലായാലും E2വിലായാലും സെയിം ആണ്. ഇങ്ങനെ സെയിം ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം, അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉള്ള ലെവലിൽ അതിനെ പുറത്തേക്ക് എടുക്കാം. സോ കോമൺ അല്ലാത്ത എക്സ്പ്രഷനെ നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് ഇടുക. അത് ഏതാണ്, 1/N1² 1/N2² ആണ്. സോ 1/N2² മൈനസ് 1/N1². എന്താണ് ഈ N2 ആദ്യം വന്നത്, എന്താണ് ഈ N1 അവസാനം വന്നത്, നമ്മൾ E2വിൽ നിന്നാണ് E1 മൈനസ് ചെയ്യുന്നത്. So representing this quantity E2 minus E1 as delta E, അതായത് change in energy. So you will get delta E is equal to, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എനർജി നമ്മൾ നെഗറ്റീവ് സിമ്പിൾ മാറ്റണം എനർജീനെ. അപ്പൊ ഈ നെഗറ്റീവ് മാറ്റുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, N2 ആദ്യം N1 ആദ്യം എന്നുള്ളത് ഉൾട്ടയായിട്ട് N1 ആദ്യം പിന്നീട് N2 ആവും ഈ സിമ്പിൾ ചേഞ്ച് ചെയ്യുമ്പോൾ. സോ ഡെൽറ്റ E is equal to Ze²e⁴m divided by 8ε0h² into 1/N2² minus 1/N1² എന്ന് വരും. ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, ഈ ഇക്വേഷൻ 1.12 അതാണ് ഇവിടെ കാണിക്കുന്ന ഇക്വേഷൻ കേട്ടോ. ഈ 1.12നെ നമ്മൾ ഈ 1.21ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മൾ വേവ് നമ്പറിന്റെ എക്സ്പ്രഷനിലേക്കാണ് എത്തുന്നത്, സ്പെക്ട്രത്തിന്റെ വേവ് നമ്പറിന്റെ എക്സ്പ്രഷനിലേക്ക്. ഈ വേവ് നമ്പർ ന്യൂ ലാംഡ എന്ന് പറയുന്നത്, ന്യൂ ഡാഷ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ HC ആണ്. ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചു. എന്താണ്, Ze²e⁴, ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണല്ലോ ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ. Ze²e⁴m ഡിവൈഡ് ബൈ 8ε0². ഈ H ഇവിടെ ഇടുമ്പോ നേരത്തെ ഓൾറെഡി ഇവിടെ ഒരു H² ഉണ്ടായിരുന്നല്ലോ. സോ അടുത്തൊരു H കൂടി വരുമ്പോ അത് H ക്യൂബ് ആകും. ഒരു C കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. ദെൻ 1/N2² N1² മൈനസ് 1/N2². നമുക്ക് ഈ ഒരു വലിയ എക്സ്പ്രഷൻ ഇങ്ങനെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു എക്സ്പ്രഷന് നമ്മൾ എന്ത് പറയാം, നമുക്ക് റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയാം. അതായത് Ze²e⁴m ഡിവൈഡ് ബൈ 8ε0²h³ എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് വാല്യൂനെ നമുക്ക് എന്ത് പറയാം, റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയാം. അതിന്റെ വാല്യൂ ആണ് എന്ത്, 1.097 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ RH എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ ഒരു വാല്യൂസ് എടുത്ത് ഇങ്ങനെ എഴുതുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. നമ്മൾ എപ്പോഴും ഒരു ഡെറിവേഷൻ എഴുതുമ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ RH എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് റിപ്ലേസ് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് ഫൈനലി ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു RH into 1/N1² minus 1/N2². So using the above equation, we can calculate the frequency of spectral line in Lyman, Balmer, Paschen, Brackett, Fund series. അത് നമ്മളുടെ പൊതുവെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ സീരീസുകളാണ്. നമ്മൾ അതിൽ ലൈമാനും ബാൾമറും പാഷനും പഠിച്ചല്ലോ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അത് കൂടാണ്ട് ഒരു ബ്രാക്കറ്റും ഫണ്ട് സീരീസും കൂടി ഉണ്ട്. ഇത് പൊതുവെ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രത്തിലെ സീരീസുകളാണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. എന്തിന്റെ ഫ്രീക്വൻസിയാ കിട്ടിയേ, RH into 1/N1² minus 1/N2² എന്നുള്ളതാണ് അതിന്റെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ ഓരോ വാല്യൂസും ഇട്ട് കൊടുത്താൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഈ ഓരോ സീരീസിലുള്ള ആൾക്കാരുടെയും എന്ത് കിട്ടും, ഫ്രീക്വൻസി കിട്ടും. അതും നമുക്ക് എങ്ങനെയാ എന്നുള്ളത് പഠിക്കാം. നോക്കിക്കോളൂ, ഈ സ്പെക്ട്രൽ ലൈനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ സീരീസ് ആണ് ലൈമാൻ സീരീസ്, രണ്ടാമത്തെ ബാൾമർ, 3 പാഷൻ,
3 ബ്രാക്കറ്റ് 4 ബ്രാക്കറ്റ് 5 ഫണ്ട്. അങ്ങനെ 5 സീരീസുകളിലാണ് നമ്മുടെ ആറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1 ലൈമാൻ, 2 ബാൽമർ, 3 പാഷൻ, 4 ബ്രാക്കറ്റ്, 5 ഫണ്ട്. സോ അവരുടെയൊക്കെ N1 കറസ്പോണ്ടിംഗ്ലി 1 2 3 4 5 എന്നായിരിക്കും. N2 എങ്ങനെയായിരിക്കും? ലൈമാന്റെ N1 ആണെങ്കിൽ N2 എന്തായിരിക്കും? 1 അങ്ങോട്ട് 2 3 4 അങ്ങനെയാണ് അതിന്റെ ട്രാൻസിഷൻ സംഭവിക്കുക. ബാൾമറിന്റെ N1 2 ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ 2 അങ്ങോട്ട് 3 4 5ലേക്കായിരിക്കും ട്രാൻസിഷൻ സംഭവിക്കുക. കറസ്പോണ്ടിംഗ്ലി ബാക്കിയുള്ളവരുടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ആൻഡ് ലൈമാൻ സീരീസ് ഏത് റീജിയൻ? ലൈറ്റ് റീജിയനിലാണ്, അൾട്രാ വയറ്റിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ബാൾമർ വിസിബിൾ റീജിയനിലാണ്. പാഷനും ബ്രാക്കറ്റും ഫണ്ടും ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അതൊന്ന് പഠിച്ചു വെക്കണേ. ഈ 5 സീരീസിന്റെയും പേരും ആ 5 സീരീസ് ഏത് റീജിയനിലാണ് ഉൾപ്പെടുന്നത്, ഈ ഒരു ടേബിൾ 1.2 ഒന്ന് ബൈഹാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. എ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സ്പെക്ട്രൽ ട്രാൻസിഷൻ. നമ്മൾ ടേബിൾ പഠിച്ചു. ഇനി ഈ ടേബിൾ പ്രകാരം നമ്മൾ ഈ ടേബിൾ കണ്ടില്ലേ, ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു 1 നിന്ന് 2ലേക്ക് അങ്ങനെയൊക്കെ പറയുന്നതിനെ നമുക്കൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിലൂടെ പറയാം. ആ റെപ്രസെന്റേഷൻ ആണ് അടുത്ത ഇതിൽ കൊടുത്തിരിക്കുന്നത് 1.11. ഈ ഫിഗർ 1.11 നോക്കിയേ, നമ്മുടെ അൾട്രാ വൈറ്റിലുള്ള ലൈമാൻ സീരീസ് ആണ്. ലൈമാൻ സീരീസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ N1 എന്ന് പറയുന്നത് 1 ആണ്. 1 ആണ്. എവിടെ നിന്നൊക്കെ ട്രാൻസിഷൻ സംഭവിക്കാം? 2ൽ നിന്ന് ട്രാൻസിഷൻ സംഭവിക്കാം, 3ൽ നിന്നും സംഭവിക്കാം, 4ൽ നിന്ന് 4 to 1 5 അങ്ങനെ എത്രത്തോളം എനർജി ലെവലിൽ നിന്നും എന്ത് സംഭവിക്കാം? 1ലേക്കാണ്, എനർജി നമ്പർ 1ലേക്കാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസിഷൻ സംഭവിക്കുന്നത്. അതാണ് ലൈമാൻ സീരീസ്. ഇനി ബാൾമർ സീരീസോ 8ൽ നിന്നോ 7ൽ നിന്നോ 6ൽ നിന്നോ 5ൽ നിന്നോ മൂന്നാമത്തെ എനർജി ലെവലിനൊക്കെ ട്രാൻസിഷൻ സംഭവിക്കാം. അവരൊക്കെ എവിടേക്കാണ് ട്രാൻസിഷൻ സംഭവിക്കുന്നത്? എനർജി ലെവൽ 2ലേക്കാണ് ട്രാൻസിഷൻ സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ ബാൾമർ സീരീസ്. ഇനി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4ൽ നിന്നോ 5ൽ നിന്നോ 6ൽ നിന്നോ ഒക്കെ ട്രാൻസിഷൻ സംഭവിക്കാം. പക്ഷെ ഏത് എനർജി ലെവലിലേക്കാണ് ട്രാൻസിഷൻ സംഭവിക്കേണ്ടത്? 3ലേക്കാണ്. അതിന് നമ്മൾ ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നു. അങ്ങനെ കറസ്പോണ്ടിംഗ്ലി 4ാമത്തേലേക്ക് 5ൽ നിന്നും 6ൽ നിന്നും 7ൽ നിന്നൊക്കെ ട്രാൻസിഷൻ സംഭവിക്കുന്നത് പാഷൻ സീരീസും. 5 എന്ന് പറയുന്ന ഫണ്ട് സീരീസിലേക്കാണെങ്കിൽ 5ൽ നിന്ന് അങ്ങോട്ട് 6 എന്ന് പറയുന്ന എനർജി ലെവലിന്, 7 എന്ന് പറയുന്ന എനർജി ലെവലിന് 8 അങ്ങനെ. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് നമ്മുടെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദി ട്രാൻസിഷൻ ഓഫ് എനർജി. ഓക്കെ, ട്രാൻസിഷൻ ഓഫ് എനർജി ലെവൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കംപ്ലീറ്റ് സ്പെക്ട്ര. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസിന് എങ്ങനെയാണ് ഒരു സ്പെക്ട്ര ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺസിന് ട്രാൻസിഷൻ സംഭവിക്കണം. ആ ട്രാൻസിഷന്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓരോ ട്രാൻസിഷൻ ഇങ്ങനെ സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, ഫൈനലി ഒരു സ്പെക്ട്രം ഉണ്ടാകുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ഉണ്ടാവുന്ന സ്പെക്ട്രത്തിലുള്ള സീരീസ് ആണ് ഈ ലൈമാൻ സീരീസ്, 2 ബാൾമർ സീരീസ്, 3 ബ്രാക്കറ്റ് സീരീസ്, 4 പാഷൻ സീരീസ്, 5 ഫണ്ട് സീരീസ്. ആൻഡ് ഇനി നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും വേവ് നമ്പർ കാണാം. ഓക്കെ, നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചല്ലോ. അത് പ്രകാരം ദ ലൈൻ ഇൻ ദി അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആർ ഡിസ്ക്രീറ്റ് അറ്റ് ലോവർ ഫ്രീക്വൻസി ആൻഡ് ദേ കൺവേർജസ് അറ്റ് ദി ഫ്രീക്വൻസി ഓഫ് ഹയർ ഫ്രീക്വൻസീസ്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ലൈമാൻ സീരീസ് ആണ്. ആ ലൈമാൻ സീരീസിലെ ദ ഫസ്റ്റ് 4 ലൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ലൈമാൻ സീരീസ് ആണ്. ആ ലൈമാൻ സീരീസിന്റെ ആദ്യത്തെ 4 ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവരുടെ സ്പേസിങ് നോക്കിയേ. ആദ്യം കിട്ടിയ സ്പേസിങ്, രണ്ടാമത്തെ ലൈനിന്റെ സ്പേസ്, മൂന്നാമത്തെ ലൈനിന്റെ സ്പേസ് എന്താണ് സംഭവിക്കുന്നത്? ആദ്യം കിട്ടിയതിൽ കുറഞ്ഞു വരുന്നു. അതായത് ലോവർ ഫ്രീക്വൻസിയിൽ നിന്ന് ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകുന്തോറും അവിടെയുള്ള ലൈൻസ് പരസ്പരം കൺവേർജ് ചെയ്യാണ്. അവർ പരസ്പരം അടുത്തേക്ക് അവരുടെ സ്പേസിങ് കുറഞ്ഞു വരികയാണ്. ആ സ്പേസിങ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രകാരം ലൈമാൻ സീരീസിലെ ആദ്യ 4 ലൈനുകളുടെ സ്പേസിംഗ് ആണ് ഇവിടുത്തെ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഫൈനലി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. നമുക്കൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അതിന്റെ ഒരു ലിമിറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് സ്പെക്ട്രൽ ലൈനിന്റെ n = ഇൻഫിനിറ്റി എന്ന് ഇത്രയേ ഉള്ളൂ. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് അല്ലെ, അതിന്റെ എനർജി ഡിഫറൻസ് ആണ് എന്താ? ദ അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. സോ ദസ് the Bose theory can explain the appearance of discrete spectral line at lower frequencies and a continuous spectra at a higher frequency in the atomic spectrum of hydrogen. അപ്പോൾ ഹൈഡ്രജന്റെ ഒരു അറ്റോമിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർ തിയറി ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ബോർ തിയറി വഴിയല്ലേ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. സോ ആ ഇക്വേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത്? നമ്മളുടെ
സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലോവർ ഫ്രീക്വൻസിയിലെ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് എല്ലാം തന്നെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസും, എന്നാൽ ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രവുമാണ് തരുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് നമ്മുടെ ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രത്തിന്റെ ഒരു ഫ്രീക്വൻസിയുടെ, അതിന്റെ ലൈൻസിലുള്ള ഫ്രീക്വൻസിയുടെ ഒരു എക്സ്പ്ലനേഷൻ, അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ബോർ തിയറി വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ആ ഡെറിവേഷൻ നന്നായിട്ട് പഠിക്കുക. ആ ഡെറിവേഷനിലൂടെയാണ് നമ്മൾ ബോർ തിയറി എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ സ്പെക്ട്രം കിട്ടുമ്പോൾ അതിലുള്ള ഓരോ ലൈനിന്റെയും ഫ്രീക്വൻസി കണ്ടെത്തി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി മനസ്സിലായി എന്ന് കരുതുന്നു. സോ എല്ലാവരും കംപ്ലീറ്റ് പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം തന്നെ ഒന്നും കൂടി റീഡ് ചെയ്യുക. അതിലുള്ള ഡെറിവേഷൻസ് എല്ലാം ഒന്നും കൂടി നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.